guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയുണ്ട്, നല്ലൊരു ക്ലൈമറ്റ്. താൻ രാവിലെ എനിച്ചൊരു ബോക്സ് പിടിച്ചിട്ട് നടക്കൂ അങ്ങോട്ടും ഇങ്ങോട്ട്. ബിക്കോസ് പാട്ടൊക്കെ പറഞ്ഞു എനിക്കൊരു പാട്ടിൻ്റെ ഭ്രാന്ത്. പാട്ട് എന്ന് പറഞ്ഞെങ്കിൽ പാട്ടൊക്കെ ഡാൻസ് കളിക്കുന്നു, അങ്ങനെ സോങ് ലവർ. ഗൈസ്, എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മുണ്ടുന്നേല എന്തെങ്കിലും ബാണോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചിന്ത ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഞാൻ നോക്കാറുണ്ട്, കമൻറ്റ്സ് എല്ലാം വായിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അതിൽ പറയാം, ഇൻഷാല്ലാ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും അതിൽ പറഞ്ഞാൽ മതി, ഞാൻ നോക്കാം ഇൻഷാല്ലാ. ഞാനിപ്പം ക്യാമ്പിക്കല്ല പോവാ ഇത് കൂട്ടിയിട്ട് പോന്നു. ഇങ്ങനെ എൻ്റെ ബാക്കിൽ നടക്കണം ഇങ്ങനെ. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തുടങ്ങണമെന്ന് ഒരു ചിന്ത വന്നെങ്കിൽ അപ്പം തന്നെ തുടങ്ങാം. അതിന് ഡിലാക്കി കൂടെ നാളാക്കാം മറ്റന്നാക്കാനോ നിങ്ങൾക്ക് എന്ത് തോന്നി അന്ന് തന്നെ ആക്കാം. ഓക്കെ, ഡിലാക്കി കൂടെ എപ്പം ചിലപ്പോൾ നാളാക്കാന്ന് വിചാരിച്ചിട്ടാകുമ്പോൾ മനസ്സ് മാറിയെങ്കില. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ന്യൂ റെസിപ്പിയിലേക്ക് കിടക്കുക. ആദ്യമായിട്ട് ഒരു പാൻ എടുത്തിട്ട് പയർ വെള്ളം ഇട്ടിട്ട് അതിനെ നല്ല വറുക്കണം. എന്നിട്ടായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിൽ പാങ്ങല വാഷാക്കണം. ചൂടോടെ തന്നെ നല്ല പാങ്ങിൽ വാഷാക്കിയിട്ട് വെള്ളമെല്ലാം ഊറ്റിട്ട് എടുക്കണം. പിന്നെ അടുപ്പത്തൊരു ചട്ടിയിൽ വെള്ളം തിളക്കാൻ വെക്കുക. ആ ഗ്യാപ്പിൽ ഉമ്മക്ക് പിസ്ത തൊല്ലാൻ വന്നിട്ടുണ്ടായി, അപ്പോൾ ഞാൻ ആ പണിയിലുണ്ടായത്. പിന്നെ ആ തിളക്കുന്ന വെള്ളത്തിന് നമ്മൾ കയറ്റി വെച്ച പയർ വെള്ളം ഇടാം. ഇട്ടിട്ടായിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ട് മൂടിയിട്ട് വെക്കുക. പിന്നെ അത് ബന്ധിനാ നോക്കണം, ഇത്ര ഈ കൺസിസ്റ്റൻസിൽ വരണം. എന്നിട്ടായിട്ട് അതിന് സാഗ് ഇടണം. അതെല്ലാം ഇട്ടിട്ട് ആദ്യം മൂടിയിട്ട് വെക്കണം അത് തിളക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു 1/2 ലിറ്റർ പാലും കൂടി ചേർക്കണം. മധുരത്തിനായി പഞ്ചസാര ചേർക്കുക. നിങ്ങൾക്ക് വേണ്ട അളവിൽ ചേർത്താൽ മതി. നിങ്ങൾക്ക് ഷുഗർ ഏറെ വേണമെങ്കിൽ ഏറെ ചേർക്കുക, നോർമലെങ്കിൽ നോർമലായിട്ട് ചേർക്കുക. അത് നിങ്ങളെ ആവശ്യം പോലെ. നമ്മൾ പിസ്തല തൊല്ലിയിട്ടായി അതിന് ബാദാമും കൂടി ആഡാക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിന് ഗീ ഇട്ടിട്ട് പിന്നെ ഈ നമ്മൾ തൊല്ലി വെച്ച പിസ്ത, ബാദാം, പിന്നെ മുന്തിരി, കാഷ്യൂ, പിന്നെ പീനട്ട് അതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റാക്കണം. ആ റോസ്റ്റാക്കിയിട്ട് പിന്നെ അതിനെ കുത്തിയിട്ട് എല്ലാം പൊടിയാക്കിയിട്ട് ചെറുതാക്കിയിട്ട് പൗഡർ ആക്കണ്ട, ജസ്റ്റ് പൊടിയാക്കിയിട്ട് ഞാൻ ആക്കിയിട്ട് വെച്ച പയർ വെള്ള പായസത്തിലേക്ക് ഇടാം. സോ ഗൈസ്, നമ്മളെ പയർ വെള്ള പായസം റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത് പൊരടി ട്രൈ ആക്കിക്കോ. എന്ത് വന്നു കുഞ്ഞ് ബാവാ ഏടുണ്ട്? അങ്ങനെ ഗൈസ്, നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോവാണ്ടായി. ബിക്കോസ് ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ആള് വീണിട്ട് നടുവിൻ്റെ ഡിസ്ക് ചാറിയിട്ടുണ്ടായി. സോ ഞമ്മ കാണാൻ പോയിട്ടുണ്ടായി. താനു ഏടെ വന്നിന് മന്നമ്മ കുഞ്ഞി ഏടെ വന്നിന ഇന്നമാക്ക പിന്നെ ഞമ്മ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് മോന്തിയായി. സോ ഞമ്മ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റിദാൻ മന്തിയിലേക്ക് കയറി. അങ്ങനെ അവിടെ മജ്ലിസ് ചൂസാക്കി. താനു കയറിയ പാടന്നെ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് സ്റ്റേജ് എന്ന് വിചാരിച്ചിനാന്തോ അവിടെ നിന്നിട്ട് തുള്ളി കളിക്കുന്നുണ്ടായി. എന്താക്കുന്ന താനി തണുപ്പുണ്ട് മോനെ. ഫസ്റ്റ് നമ്മൾ ഡൈനാമിക് ചിക്കൻ ഓർഡർ ആക്കി. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായി. അതിൻ്റെ മസാല എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായി. അത് തിന്നിട്ട് ആകുമ്പോഴേക്ക് മന്തി വന്നു, അൽഫാം മന്തി ഓർഡർ ആക്കിയത്. സോ അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായി.
മന്തി തിന്നിട്ടായിട്ട് നമ്മൾ ലാസ്റ്റ് ടച്ചപ്പ് ഒരു ഫലൂദ ഓർഡർ ആക്കി. അതും നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഗൈസ് അടുത്ത ഫുഡെല്ലാം പാങ്ങുണ്ടായി. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞത് മാഷാ അല്ലാ ഫുഡെല്ലാം നല്ല പാങ്ങുണ്ടായി ഗൈസ്. അപ്പോൾ ഞാൻ അവിടുന്ന് നേരെ പുറക്ക് വിട്ടു ഗൈസ്. ഞാനൊരു ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ടുണ്ടായ ട്രൈപോഡ് ഇന്ന് വന്നത്. നോക്കാം എങ്ങനെ ഉണ്ട്. ട്രൈപോഡ് അടപ്പും കൂടെ നിൽക്കും. ഇങ്ങനെ ഓപ്പൺ ആക്കും. എത്ര വേണം? യെസ് ഗൈസ്, ഹൈറ്റ് ആക്കാൻ കഴിയുന്ന ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആക്കാൻ കഴിയുന്നു. എത്ര വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഇത് മേൽക്ക് വരും. നമുക്ക് വേണ്ടത്ര അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പോൾ ട്രൈപോഡിൽ വെച്ചിട്ട് വീഡിയോ ആക്കുന്നുള്ള എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആക്കാം. ഇങ്ങനെ വേണ്ട പോലെ. ഗൈസ് ഇറ്റ്സ് വർത്ത്. ഞാൻ ഓൺലൈനിൽ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. താഴേക്കാക്ക, ചെറുതാക്ക, വലുതാക്ക, ഹൈറ്റ് എത്ര വേണമെങ്കിലും ഒരു 5.9 ഹൈറ്റ് ഉണ്ട്. 5'9" എല്ലാം ഉണ്ടാവും. ഇറ്റ്സ് ഗുഡ്. എത്ര ഹൈറ്റ് വരുന്നത്? ഈ നാട്ടിൽ കുറച്ച് ഹൈറ്റ് പോന്ന്. ഞാൻ എൻ്റെ ഫേസൊക്കെ വേണ്ടത്ര ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഗായ്സ് ഗുഡ് നൈറ്റ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് കണ്ടന്റ് എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാ ഞാൻ ആക്കാം. പിന്നെ എൻ്റെ വ്ളോഗ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.